ആ സമയത്ത് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്. ഖാലു, മലക്കുകൾ ചോദിച്ചു, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഇത് ലോകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതജഅലു ഫീഹാ, അല്ലാഹുവേ ആ ഭൂമിയിൽ നിശ്ചയിക്കുകയാണോ, മൻ യുഫ്സിദു ഫീഹാ, ഭൂമിയിൽ ഫസാദുകൾ ഉണ്ടാക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗത്തെ, വയസ്ഫികു ദിമാ, രക്തം ചിന്തുന്നതിൽ, പരസ്പരം രക്തം ചിന്തുന്നതിൽ, കൊല്ലുന്നതിൽ, കൊലപാതകങ്ങൾ നടത്തുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ഒരു സമൂഹത്തെ എന്തിനാണ് റബ്ബേ ഭൂമിയിൽ നിശ്ചയിക്കുന്നത് എന്ന് ഇമാം ഖത്താദ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്. കാനല്ലാഹു, ഇതെങ്ങനെ മലക്കുകൾ അറിഞ്ഞു? മലക്കുകൾ എങ്ങനെ അറിഞ്ഞത്? വരാനിരിക്കുന്ന കാര്യല്ലേ? പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചു, അതിനുശേഷം വരാനിരിക്കുന്ന കാര്യങ്ങൾ മലക്കുകൾ എങ്ങനെ അറിഞ്ഞു എന്നതിന് രണ്ട് മറുപടികൾ പറയുന്നുണ്ട്. ഒന്ന്, അഅലമഹുമുല്ലാഹ് അന്നഹു ഇദാ കാന ഫിൽ അർളി ഖൽഖുൻ അഫ്സദു ഫീഹാ വസഫഖു ദിമാ. ഭൂമിയുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് വെറുതെ ജീവിച്ച് മണ്ണായി പോകലല്ല, മറ്റു ജീവജാലങ്ങളെ പോലെ, മറ്റു ജന്തുക്കളെ പോലെ, മറ്റു മൃഗങ്ങളെ പോലെ, പറവാദികളെ പോലെ വെറുതെ ജീവിച്ച് തീരുകയല്ല, മറിച്ച് ഭൂമിയുടെ സ്വതന്ത്രമായ അധികാരവും അതിന്റെ പ്രവർത്തനാനുമതിയും ഒരു വിഭാഗത്തിന് ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പരസ്പരം ചോര ചിന്താനും പരസ്പരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനും അവർ മുതിരുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ. ഇതാണ് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നത്. അതിന്റെ പേരിൽ വല്ലാത്തൊരു ടെൻഷന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ അഭിപ്രായം പറയുന്നത് എന്താണ്? അവർ നേരത്തെ ജിന്നുകളുടെ സ്വഭാവം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം മനുഷ്യരും ജിന്നുകൾ മാത്രമേ സ്വതന്ത്രമായ പ്രവർത്തനാധികാരം നൽകപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഒന്ന് മനുഷ്യനും മറ്റൊന്ന് ജിന്നുകളുമാണ്. ആ ജിന്നുകളാണ് ഭൂമിയിൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. സ്വതന്ത്രമായ ചിന്താശേഷിയും പ്രവർത്തനശേഷിയും കൊടുത്ത, നന്മയും തിന്മയും ചെയ്യാൻ രണ്ടിനും സ്വാതന്ത്ര്യം കൊടുത്ത വിഭാഗം മനുഷ്യന് മുമ്പുണ്ടായത് ജിന്നാണ്. ആ സ്വാതന്ത്ര്യമാണ് ഇനി വേറെ വിഭാഗത്തിനും കൂടി മനുഷ്യനെന്ന് പറയുന്ന, ഇൻസാൻ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തിനും കൂടി കിട്ടാൻ പോകുന്നത്. അവരും ഭൂമിയിൽ പരസ്പര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചോര തിന്നുകയും കലാപങ്ങളും യുദ്ധങ്ങളും ഉണ്ടാക്കുകയും അല്ലേ ചെയ്യുക എന്ന് സ്വാഭാവികമായി മലക്കുകൾ ചോദിച്ചത്. അതുകൊണ്ടാണ് അത് രണ്ടും നമ്മൾ